ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഫുഡ് ആൻഡ് ടോക്ക്. നമുക്ക് ഇന്ന് ഫുഡിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊന്നും അല്ല സംഭവം. ആക്ച്വലി ഒരു ഫോൺ ശരിയാക്കാൻ വന്നതാണ്. ഇതുണ്ടോ, മൊത്തം പൊട്ടി അലമ്പായിരിക്കുക. സി അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പുണ്ടല്ലോ, എനിക്ക് ഒരു ഉപദേശം തരാനുണ്ട്. ഒരു ഉപദേശമായിട്ട് വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് പൊട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാനിത് ഇങ്ങനെ പിടിച്ച് ഞാൻ ഫോൺ ചെയ്യണ ഒരു പരിപാടിയുണ്ട് എനിക്ക്. ഇങ്ങനെ പിടിച്ച് ഫോൺ ചെയ്യും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ കാര്യം ഞാൻ മറന്നു, ഫോൺ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ താഴെ വീണ് പൊട്ടിയതാണ്. വീണതാണെങ്കിലോ കറക്റ്റ് ഇങ്ങനെ തന്നെ വീണു. ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം വീണിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ പൊട്ടിയിട്ടില്ല. മെയിനായിട്ടുള്ള കാര്യമുണ്ടല്ലോ, കവർ ഇടാത്തതാണ്. എനിക്ക് കവർ ഇടണ എനിക്ക് ഇഷ്ടമല്ല. ഫോണിൻ്റെ ആ ഒരു ഭംഗിയും എല്ലാം അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് കവർ ഇടാത്തത്. പക്ഷേ നിങ്ങൾ കവർ ഇട്ടോളൂ, കവർ ഇടണത് നല്ലതായിരിക്കും. ഇതുപോലത്തെ ഡാമേജ് ഒന്നും വരത്തില്ല. ഇത് കണ്ടോ, ഇത് ഫുള്ള് പൊട്ടി. ശരി, ഓക്കെ, നമുക്കിതൊന്ന് ശരിയാക്കി നോക്കാം. ഇത് ശരിയാക്കാനായിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, ഇവിടെ GCDയിലാണ്. VFix എന്നാണ് ഷോപ്പിൻ്റെ പേര്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ഇത്. ആക്ച്വലി ഇവൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് മാത്രമല്ല, ഇവന് വേറൊരു സർവീസും കൂടിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഫോൺ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ വിളിച്ചാൽ മതി. ഇവൻ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഫോൺ സർവീസ് ചെയ്തു തരും, അപ്പം തന്നെ ചെയ്തു തരും. അങ്ങനത്തെ അതാണ് ഇവൻ്റെ സ്പെഷ്യാലിറ്റി. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുമല്ലോ. എനിക്ക് കുറേ ഫോൺ ഇങ്ങനെ പൊട്ടാറുണ്ട്. ഡിസ്പ്ലേ ആണ് മെയിനായിട്ട് പൊട്ടാവുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിളിക്കണ ഇവനായിരുന്നു. ഇവൻ്റെ പേര് റിൻഷാദ് എന്നാണ്. ഇവിടെ പെൻഡാമേനുള്ളത് ഇത് GCD ആണ്. GCD കോംപ്ലക്സിൽ ആണ് ഇവൻ്റെ ഷോപ്പ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവൻ്റെ ഷോപ്പ്. ഇവിടെ നിന്ന് ആ എസ്കലേറ്റർ കയറി വരുമ്പോൾ നേരെ വരുമ്പോൾ ഫസ്റ്റ് റൈറ്റാണ് ഇവൻ്റെ ഷോപ്പ് ഇരിക്കുന്നത്. VFix എന്നാണ് ഷോപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും. ഇവിടെ ഫോൺ മാത്രമല്ല കേട്ടോ, ലാപ്ടോപ്പ് സർവീസ് ഉണ്ട്, വേറെ എന്തൊക്കെയോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഷോപ്പിൻ്റെ. വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിലുള്ള നമ്പർ ഇതാണ്. ആളുടെ പേര് റിൻഷാദ് എന്നാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. കൊച്ചിയിൽ മറൈൻ ഡ്രൈവിനടുത്താണ് സംഭവം. മറൈൻ ഡ്രൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. മറൈൻ ഡ്രൈവ് ഇവിടെ നല്ല ഫേമസ് ആണ് കൊച്ചിയിൽ. നിങ്ങൾക്ക് മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള എന്ത് സർവീസ് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ വരാം. ഇവരതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. ഹലോ ഗൈസ്, നമ്മുടെ S23 Ultra ഡിസ്പ്ലേ പൊട്ടിയിരിക്കുകയാണ്. ഇത് ശരിയാക്കാൻ പോവുകയാണ്. എന്തായാലും ഒന്ന് ശരിയാക്കി നോക്കാം. ഇത് എന്തൊക്കെയാണെന്നൊരു പിടുത്തമില്ല. ഞാൻ ശരിയാവാത്തത് കൊണ്ട് നമുക്ക് റിൻഷാദിനെ ഏൽപ്പിക്കാം. റിൻഷാദേ വന്നുകൊണ്ടിരിക്കും. അതാണ് റിൻഷാദ്. അവൻ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ എന്താണത് എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി റിൻഷാദിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഷോപ്പിൽ പോകുമ്പോഴത്തേനും നിങ്ങളുടെ ഫോണിൻ്റെ പ്രൈവസി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടാവാം. പക്ഷേ റിൻഷാദിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഫോൺ റിപ്പയർ ചെയ്ത് തരും. എന്താണെങ്കിലും സ്പോട്ടിൽ ചെയ്തു തരും. അതാണ് VFixൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. മെയിനായിട്ടുള്ള കാര്യം അതാണ്. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് റിൻഷാദിൻ്റെ അടുത്ത് നിന്നാണ് ഫോണെല്ലാം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടക്കിടക്ക് പൊട്ടിപ്പോവും. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ് ഓൾറെഡി, എനിക്ക് കവർ ഇടണത് ഇഷ്ടമല്ല. കവർ ഇടുമ്പോൾ ഫോണിൻ്റെ ഭംഗി അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് കവർ ഇടാത്തത്. റിൻഷാദ് പണിയെടുക്കാൻ തുടങ്ങി. ഓക്കെ, ഡിസ്പ്ലേ ഇപ്പം തന്നെ വരും. നമ്മൾ അതിനു മുമ്പ് ഇത് അഴിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓപ്പൺ ചെയ്ത് എടുക്കുവാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താ സംഭവം? ഇത് മെയിൻ ബോഡിയിൽ നിന്ന് ചാർജിങ്ങിലേക്ക് വരുന്ന ഫ്ലക്സ് കേബിൾ. ഇത് മെയിൻ ബോഡിയിൽ നിന്ന് ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾ. നെറ്റ്വർക്ക് ആൻറ്റിന. കുറേ സാധനങ്ങളുണ്ടല്ലോ. അതെ, നമുക്കിത് ഫുള്ളായിട്ട് ഒറിജിനലിലേക്ക് മാറ്റുമ്പോൾ ഈ ബോർഡും അകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പുതിയ ഇതിൻ്റെ അകത്തോട്ട്. അതെ, ഫുൾ ഈ ഫ്രെയിം ഉൾപ്പെടെയൊക്കെ ഒറിജിനൽ മാറുന്നത്. നമുക്ക് ആക്ച്വലി ഈ ക്യാമറയും ബാറ്ററിയും മദർ ബോർഡും ഈ സ്ട്രിപ്പും മാത്രം. ഇപ്പം നമ്മൾ ഡിസ്പ്ലേ മാറ്റാൻ വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്ക്രാച്ച് ഇങ്ങനെയുള്ള ഡെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്ററില്ല. എല്ലാം പുതിയത് കിട്ടും. ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയത്
ഫുൾ ഫ്രെയിം ആയിട്ട് കിട്ടും. ഫുൾ ഫ്രെയിം ഡിസ്പ്ലേയിലാണ്. ഇനി അഥവാ വിത്തൗട്ട് ഫ്രെയിമും കിട്ടുന്നുണ്ട്. ഇതിന് ഡാമേജ് ശരിക്കും മാറ്റുമ്പോൾ ഫുൾ ആയിട്ടുള്ളത് മാറ്റാനാണ് ഏറ്റവും ബെറ്റർ. വിത്ത് ഫ്രെയിം മാറ്റണം. അതാവുമ്പോഴത്തേനും നമുക്ക് ഈ സ്ക്രാച്ച് അങ്ങനെ ഉള്ള ഒരു പ്രശ്നമില്ല. ന്യൂ ഫ്രെയിം ആയിരിക്കും, അപ്പോൾ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പോൾ റിൻഷാദ് പറഞ്ഞതെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ ഡെൻറ്റോ സ്ക്രാച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് ഫ്രെയിമാണ് മാറണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും മാറ്ററല്ല, ഇതെല്ലാം പുതിയത് കിട്ടും. ഈ സൈഡ് ബട്ടൺസ് ഇതെല്ലാം പുതിയത് കിട്ടും. അപ്പോൾ ഇതും ഡിസ്പ്ലേയും പുതിയ കിട്ടും. നമ്മൾ ലാസ്റ്റ് ഈ ബാക്ക് ഗ്ലാസോ അത് പുതിയ കിട്ടും. ഇല്ലെങ്കിൽ അതും ബാക്ക് ഗ്ലാസ് നമുക്ക് ഒറിജിനൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ബാക്ക് ഗ്ലാസ് ഡിസ്പ്ലേയോട് മാറുമ്പോൾ ബാക്ക് ഗ്ലാസ് ഉണ്ടാവില്ല. ഈ ബാക്ക് ഗ്ലാസ്സിൽ ഇതൊന്ന് എടുത്തോട്ടെ. ഇതാണ് ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് വരുന്നത്. ഈ ബാക്ക് ഗ്ലാസ് ഒഴിച്ച് ബാക്കിയുള്ള ഈ ഐറ്റംസ് എല്ലാം മാറി കിട്ടും. അകത്തുള്ളതെല്ലാം നമ്മൾ സെയിം തന്നെയാണ് നോക്കണത്. പക്ഷേ ഈ ഫ്രണ്ട് ഡിസ്പ്ലേ, ഈ സൈഡിൽ വരുന്ന ഇതിനെന്താ പറയുക, ഇതിനെന്തെങ്കിലും പറയുക, മിഡിൽ ഫ്രെയിം ഓക്കെ, അതെല്ലാം മാറ്റി കിട്ടും. അകത്തുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്തോട്ട് വെക്കണുള്ളൂ. പ്ലസ് ഇതും ഈ ബാക്ക് ഗ്ലാസ് മാത്രം, ബാക്കിയെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. ശരിക്കും മാറുമ്പോൾ ഇത് ഫുള്ളായിട്ട് മാറണതാണ് ബെറ്റർ. വിത്ത് ഫ്രെയിം മാറുമ്പോൾ നമുക്ക് അഡീഷണൽ ഗം ഇടേണ്ട ആവശ്യമില്ല, ബാക്ക് പാനൽ മാത്രം ഒട്ടിച്ചാൽ മതി. മറിച്ച് നമ്മൾ വിത്തൗട്ട് ഫ്രെയിം മാറുമ്പോൾ ഗം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതാ വ്യത്യാസം. അതാ പെർഫെക്ഷൻ കുറവ് വരും അല്ലേ? പെർഫെക്ഷൻ കുറവെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫിന് കുറച്ചും കൂടെ ബെറ്റർ വിത്ത് ഫ്രെയിം തന്നെ മാറുന്നതായിരിക്കും. ഇപ്പൊ അല്ലാതെ ഡിസ്പ്ലേ മാറുമ്പോൾ വാട്ടർ പ്രൂഫിന് വലിയ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. വിത്ത് ഫ്രെയിം അല്ലാണ്ട് വിത്തൗട്ട് ഫ്രെയിമും ഇത് തമ്മിൽ മാറാൻ നേരത്ത് നമുക്ക് പ്രൈസ് ഡിഫറൻസ് എങ്ങനെയൊക്കെ വരും? നമുക്ക് വിത്ത് ഫ്രെയിം ആകുമ്പോൾ വിത്തൗട്ട് ഫ്രെയിമിനേക്കാൾ ഒരു 2500 അടുത്ത് ഡിഫറൻസ് വരും. പക്ഷേ ചെറിയ ഡിഫറൻസ് ഉള്ളെങ്കിലും വിത്ത് ഫ്രെയിം മാറുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ വിത്ത് ഫ്രെയിം മാറുന്നതാണ്. അതാവുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം പുതിയത് കിട്ടും. അതെ, ഈ സ്വിച്ചസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കിട്ടും. എല്ലാം പുത്തനായിരിക്കും. അതെ. നമ്മുടെ ഡിസ്പ്ലേ ഇവിടെ വന്നിട്ടുണ്ടേ. ഇതാണ് നമ്മൾ വിത്ത് ഫ്രെയിം ഡിസ്പ്ലേ വരുന്നത്. വിത്ത് ഫ്രെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായി കാണാം. നമുക്ക് കണ്ടോ, സൈഡിലെ ഫ്രെയിം ഉൾപ്പെടെ വരുന്നതാണ്. നമുക്ക് ഈ ഫുൾ പോർഷൻ നമുക്ക് ഇതിനിപ്പോൾ ബാറ്ററിയും മദർ ബോർഡും ക്യാമറയും സ്ട്രിപ്സും മാത്രം ഇതിലേക്ക് ഇട്ടാൽ മതി. അല്ലാത്ത നമ്മളിപ്പോൾ ഡിസ്പ്ലേ വിത്തൗട്ട് ഫ്രെയിം മാറുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ മാത്രം മാറുമ്പോൾ ഗമ്മ് അധികം പേസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എല്ലാവർക്കും. ചെയ്യുമ്പോൾ കുറച്ചും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് എന്തായാലും ഒന്ന് മാറി വെക്കാം. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്തൊക്കെയോ റിൻഷാദ് ഊരി മാറ്റുന്നുണ്ട്. ഇതിങ്ങനെ ഊരാല്ലേ? ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പോഴത്തേനും വിചാരിച്ചെന്താണെന്ന് അറിയാമോ, ഇത് ഗിറ്റാറിൻ്റെ സ്ട്രൈക്കറല്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇത് ഗിറ്റാറിൻ്റെ സ്ട്രൈക്കർ അല്ല, ഇത് ഇവന്മാരുടെ ഒരു സ്പെഷ്യൽ ടൂളാണ്. ഇത് ഡാമേജ് ആവാതിരിക്കാനായിട്ടുള്ള സാധനമായിരിക്കുമല്ലേ? ഇപ്പോൾ ഇതിൻ്റെ സ്ട്രിപ്സ് ഒക്കെ നെറ്റ്വർക്ക് ആൻറ്റിനൊക്കെ വരുന്ന സ്ട്രിപ്പാണ്. പിന്നെ ഇത് വരുന്നത് മെയിൻ ബോർഡിൽ നിന്ന് സബ് ബോർഡിലേക്ക് വരുന്ന ചാർജിങ്ങിൻ്റെ സെക്ഷൻ വരുന്ന കണക്ഷൻ. ഇത് നമുക്ക് ഡിസ്പ്ലേൻ്റെ കണക്ഷനാണ്. മെയിൻ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേയിലേക്ക് വരുന്ന കണക്ഷൻ. നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൊണ്ടുവന്ന ഡിസ്പ്ലേ അതേ അത് കൊണ്ടുവന്ന ഡിസ്പ്ലേ ആദ്യം ചെക്ക് ചെയ്യാണോ എന്നുള്ള വർക്കിംഗ് ആണോ എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമല്ലേ? അതെ, റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് നമുക്കിത് വർക്കിംഗ് ആണോ നോക്കാം. വർക്കിംഗ് ആണ് ഗൈസ്, ഓൺ ആയിരിക്കുന്നു. ഇത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് പോലത്തെ അല്ലല്ലോ, ഇത് മറ്റേ സൈഡ് എല്ലാം ഒറിജിനലാണ്, ജെന്യുയിൻ പാട്ട ഡിസ്പ്ലേ. ഇത് മാത്രമല്ല, ഇത് ഇപ്പോൾ ഒറിജിനലാണ് നമ്മൾ ഇടാൻ പോണത്. ഇതല്ലാതെ വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതിൽ പക്ഷേ 120 Hz ഒന്നും വർക്ക് ചെയ്യത്തില്ല. അത് മാത്രമല്ല ഇതിൻ്റെ സൈഡ് ഇച്ചിരി കുറവായിരിക്കും, ഇങ്ങനത്തെ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻലി ഉള്ള കാര്യം. നമുക്ക് കസ്റ്റമർ ഇൻ ഫ്രണ്ട് അവരാണ് പാസ്വേഡ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അറിയാം നമുക്ക് പാസ്വേഡ് വേണ്ടതാനും. അപ്പോൾ നമുക്ക് അവരെ മുമ്പിൽ നിന്ന് ഇൻ ഫ്രണ്ട് അവരുടെ പ്രസൻസിൽ നിങ്ങൾക്കിപ്പോൾ ഷോപ്പിലോട്ട് വരണമെന്നില്ല. ഇപ്പോൾ റിൻഷാദിനെ വിളിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് നിങ്ങളുടെ ഫ്രണ്ടിലിരുന്ന് ചെയ്തു തരും. അതാണ് മെയിനായിട്ടുള്ള സംഭവം. അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി, അതാണ് ഷോപ്പിൻ്റെ അല്ലേ, വിഫിക്സിൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്. ഡോർസ്റ്റെപ്പ് സർവീസ്. ഇത് നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ കാണുന്നത്.
ഡിസ്പ്ലേ ഓൾ പെർഫെക്റ്റ് ആണ്. എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കിനി പ്ലേസ് ചെയ്യാം. ഓക്കെ ഗൈസ്, എല്ലാം അടിപൊളിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻസ് ഒന്നുമില്ല. അത് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് അസംബിൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പ്രൊസീജിയറിലോട്ട് കിടക്കാം. ആക്ച്വലി ഈ ബബിൾ റാപ്പ് അടിയിൽ വെച്ചേക്കണത് ഡിസ്പ്ലേക്ക് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കണത്. ഞാൻ ആദ്യം പറഞ്ഞു റിൻഷാദിൻ്റെ അടുത്ത് ഇത് മാറ്റണോ വേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ റിൻഷാദ് റെക്കമെൻഡ് ചെയ്യണത് ബബിൾ റാപ്പ് ഇരുന്നോട്ടെ, നമുക്ക് എക്സ്ട്രാ ഡാമേജ് ഒന്നും വരണ്ടല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മാറ്റാൻ പോവുകയാണ്. ഇതാണ് മെയിൻ പ്രോസസ്സ്. ചാർജിങ്ങിൻ്റെ ബോർഡാണ് ഗൈസ്, സബ് ബോർഡാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ ചാർജിങ് കണക്ടർ വരുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വെക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക കസ്റ്റമേഴ്സും അത് ആ ഭാഗത്തേക്ക് നോക്കാറില്ല. ചാർജിങ് ഇടയ്ക്ക് വയർ ലൂസ്, കോണ്ടാക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ആക്ച്വലി ഇതിൽ ഒരുപാട് ഡസ്റ്റ് കയറി ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഇഷ്യൂസ് വരാറ്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം എത്രയോ ഡസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത്. ഉണ്ടോ? ശരിയാണല്ലേ. ഇത് നമ്മൾ പോക്കറ്റിലൊക്കെ ഇടാൻ നേരത്ത് വരുന്ന ഡസ്റ്റാണ് അല്ലേ? ക്ലോത്തിൽ നിന്ന് വരുന്ന ഫൈബർ പാർട്ടിക്കിൾസ്. ഓ ഒത്തിരി ഉണ്ടല്ലേ. അതെ അതെ. ശരിക്കും പറഞ്ഞാണെങ്കിൽ നമ്മൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് സർവീസ് ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെ ചാർജിങ് കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും, കാണിക്കും. നിങ്ങൾ ചാർജർ കുത്തുമ്പോൾ ലൂസ് കോണ്ടാക്ട് അല്ലെങ്കിൽ കറക്റ്റ് ചാർജ് കയറുന്നില്ല, ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചെറിയ റീസൺസ് ഒക്കെ ആയിരിക്കും അല്ലേ? അതെ, ആദ്യം ഒന്ന് പോട്ട് ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഡസ്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന്. ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കും. അതിനുശേഷം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം, ഇല്ലാന്ന് നിങ്ങൾക്ക് അതിന് കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിയർ ബൈ ഷോപ്പിൽ കൊടുത്തത് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഇടയ്ക്ക് ക്ലീൻ ആക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ചാർജിങ് ഇപ്പോൾ പവർ കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ലോക്കിങ് കറക്റ്റ് ആയിരുന്നോളും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് കറക്റ്റ് കയറുകയും ചെയ്യും. ചിലവർക്ക് ഇങ്ങനെ ചാർജ് കുത്തുമ്പോൾ സ്ലോ ചാർജിങ് ആണെന്നുള്ള ഇഷ്യൂസൊക്കെ വരുന്നത് കൂടുതലും ഡസ്റ്റ് കയറിയിരിക്കുന്ന കൊണ്ടാണ്. അതെന്താ ക്ലീനറാണ്, ഇലക്ട്രോണിക് കമ്പൗണ്ട്സ് ആൻഡ് ക്ലീനർ, WD പറയും. നമുക്ക് നോക്കിയാൽ അറിയാം ഓൾമോസ്റ്റ് ഉള്ളിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചാർജിങ്ങിൻ്റെ ഐറ്റം വെച്ചു. അടുത്ത ഐറ്റം എന്താണ്? ഇതെന്താ ഐറ്റം? ഇത് ഇയർ സ്പീക്കർ എന്ന് പറയും. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ചെവി വരുന്ന സ്പീക്കറിൻ്റെ സിസ്റ്റം. ഇതൊക്കെ ബാക്കിലാണ് വരുമല്ലേ? ഇല്ല, ഇത് ആക്ച്വലി ഇത് ഫ്രണ്ടിലേക്ക് കണ്ട ഔട്ട് വരുന്ന ഓപ്പണിംഗ് വരുന്നുള്ളൂ. നമുക്ക് ഉള്ളിലേക്കുള്ള കണക്ഷൻ അവിടെ നിന്ന് സ്പീക്കറിന്റെ ഗ്രില്ലിലൂടെ നമുക്ക് പുറത്തേക്ക് കേൾക്കാം. ഇതിലും കണ്ടോ ഒരുപാട് ഡസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ കംപ്ലൈന്റുകളൊന്നും ഇല്ലെങ്കിലും ഒരു വർഷമൊക്കെ കൂടുമ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിന്റെ പെർഫോമൻസും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഫ്യൂച്ചറിൽ കംപ്ലൈന്റ് ഇല്ലാണ്ട് ഇരിക്കും. അതിപ്പോ ഇത് അഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതൊക്കെ മനസ്സിലാവണം അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കണല്ലോ. ഇവര് ഇങ്ങനെ റിപ്പയറിങ് ഷോപ്പിൽ ഇവര് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, നമുക്കറിയത്തില്ലല്ലോ. നമ്മളിത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് അഴിച്ചുകൊണ്ടിരിക്കുവാണ്, ക്യാമറാസ് അഴിക്കുവാണ്.
ഓ ഇത് ഒരൊറ്റ യൂണിറ്റ് ആണല്ലേ? അതെ. ആഹാ. ഇതിൽ ക്യാമറൻ്റെ എക്സ്ട്രാ ഇതുണ്ട്. ഒരു സ്ട്രിപ്പും കൂടി ഉണ്ടല്ലേ? ക്യാമറയുടെ സ്ട്രിപ്സ് ഉണ്ട്, നമുക്ക് ഇപ്പോൾ ഉരേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ തന്നെ മാറ്റാം. അതെ, അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഒറിജിനൽ ആയതുകൊണ്ട് ജസ്റ്റ് ഈ ബോർഡ് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളും അതിൻ്റെ എല്ലാം. പിന്നെ എസ് പെൻ, നമ്മുടെ എസ് പെൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് എസ് പെൻ ഇല്ല, എസ് പെൻ ഇല്ല, പെൻ ഓൾറെഡി ഇതിലായിട്ട് ഇതാക്കി വെച്ചേക്കണം. എസ് പെൻ ഇല്ല, എസ് പെൻ ആക്ച്വലി നമുക്ക് പെൻ ഉണ്ടാവില്ല. പെന്ന് നമ്മുടെ ഒറിജിനൽ പെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഇയർ സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ്. ശരിക്കും ആക്ച്വലി ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഫോൺ ശരിയാക്കണം, ഡിസ്പ്ലേ മാറണം, എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം പറയാം ഓക്കെ വെച്ചോളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറയും. പക്ഷേ ഇത് ശരിക്കും ആക്ച്വലി പറയണമെങ്കിൽ ഇത്ര നിസ്സാര കേസുള്ളൂ അല്ലേ? അതെ അതെ, നമുക്ക് 20 മിനിറ്റ്സിൻ്റെ ടൈം മതിയാവും. ശരിക്കും ഇപ്പോൾ ഇത്രയും വലിയ സാധനം ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ മാറാൻ നേരത്ത് കംപ്ലീറ്റ് കോമ്പോണൻസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മാറ്റി വെക്കുവാണ്. പക്ഷേ ഇത് മാറാനായിട്ട് നിസ്സാര സമയം മതി, ഒരു 20 മിനിറ്റ് പരിപാടി ഉള്ളൂ ആക്ച്വലി. പിന്നെ ഞങ്ങൾ ഈ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആവണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബാറ്ററി ആണെന്ന് തോന്നുന്നു, ബാറ്ററി മാറ്റി വെക്കാൻ പോവുകയാണ്. നമ്മുടെ ഒറിജിനൽ ബാറ്ററി എടുത്തിട്ട് ഇതിലോട്ട് വെക്കാൻ പോവും. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇതിന് ബാറ്ററിക്ക് സപ്പോർട്ട് ചെയ്യണ എന്തെങ്കിലും ഐറ്റം ആണോ? ഇത് ഗമ്മ് സ്റ്റിക്കർ. ഇത് നമുക്ക് ആവശ്യമാണല്ലേ? ഇത് സ്റ്റിക്കർ ബാറ്ററി ഇടക്ക് ഇളകാതിരിക്കാൻ വേണ്ടി നമുക്ക് പേസ്റ്റ് ചെയ്യണം. അതൊന്ന് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെക്കണേലാണ് കാര്യം അല്ലേ? അതെ അതെ. നമ്മൾ ബാറ്ററി വെച്ചു. നമ്മുടെ പഴയ ബാറ്ററി തന്നെയാണ്, ബാറ്ററിക്കൊന്നും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ആയിരുന്നു. നമുക്ക് ബാക്കിയുള്ള ഫ്ലെക്സ് കേബിളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കേബിൾസ് ആണ്. ഫസ്റ്റ്ലി ഡിസ്പ്ലേയുടെ കണക്ടർ കണക്ട് ചെയ്തു. നമുക്ക് മെയിൻ ബോർഡിൽ നിന്ന് ചാർജിങ്ങിൻ്റെ കണക്ടർ. ഇത് നെറ്റ്വർക്ക് ആൻറ്റിനയാണ്. ആ ക്ലിക്ക് കേൾക്കണമല്ലോ, അത് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അതെ, ആ ക്ലിക്ക് കേൾക്കുമ്പോൾ ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിത് ബാക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഫൈനലായിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓണാക്കി നോക്കുവാണ്. ഓണായിട്ടുണ്ട്. അത് മറ്റേ സാധനം വെച്ചില്ലേ, ക്യാമറയൊക്കെ വെച്ചിട്ട് അതൊക്കെ വെച്ച്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഗൈസ്. നമ്മളിപ്പോൾ വയർലെസ് ചാർജിങ്ങിൻ്റെ ഐറ്റംസൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ജസ്റ്റ് കുറച്ച് സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് സംഭവം അല്ലേ? ഇതിനാണ് ഇവർ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം ആവട്ടെ 3 ദിവസം ആവട്ടെ അങ്ങനെ ഡിലേ ആക്കണം അല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിഫിക്സിലോട്ട് വരാം. സ്പോട്ടിൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് സാധനം കയ്യിൽ കിട്ടും. അതും നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്. നിങ്ങൾ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അൺറാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്നാൽ ബാക്ക് പാനലും കൂടി എന്ന് വെച്ചാൽ ബാക്ക് ഗ്ലാസും കൂടി ഒട്ടിച്ചിട്ട് അൺറാപ്പ് ചെയ്യാം. അതാണ് കുറച്ചും കൂടി സേഫ് എന്നാണ് റിൻഷാദ് പറയണത്. ഇവിടെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ റിൻഷാദ് പറയണത് എല്ലാ ഫോണുകളിലും ഒരു 1 ഇയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് അത്രയും കിട്ടില്ല എന്നാണ്. സോറി, ഐഫോൺ കുറച്ചും കൂടി ബെറ്റർ വാട്ടർ പ്രൂഫിന്റെ കാര്യത്തിൽ. ഓക്കെ, ബാക്കിയുള്ള ഫോണുകളിൽ നമുക്ക് അത്രയും വാട്ടർ പ്രൂഫ് ഒന്നുമില്ല. നിങ്ങൾ ഇടക്ക് ഒരു 1 ഇയർ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ ബാക്ക് പാനൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുക സാംസങ്ങിന്റെ കേസിൽ. അപ്പോൾ ജസ്റ്റ് മൂവ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഗം ഓൾറെഡി വിട്ട് പോകുന്നതാണ്. ആ ഗമ്മിലാണ് വാട്ടർ പ്രൂഫ്. അതെ, പുറകിലെ സ്റ്റിക്കറിലാണ് ബാക്കിലെ വാട്ടർ പ്രൂഫ് വരുന്നത്. അപ്പോൾ ഗമ്മ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചെങ്കിലും വാട്ടർ റെസിസ്റ്റന്റ് എങ്കിലും നമുക്ക് കിട്ടും.
എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ഉണ്ടെന്ന് കമ്പനി പറയണമെങ്കിലും കൊണ്ടുപോയി ഇതിൽ വെള്ളത്തിലിടാതിരിക്കുകയാണ് നല്ലതല്ലേ? അതെ, അതായിരിക്കും കുറച്ചും കൂടി സേഫ്. നമ്മൾ അൺറാപ്പ് ചെയ്യാൻ പോകുന്നതാണ് ഡിസ്പ്ലേ. നമ്മുടെ വർക്ക് കഴിഞ്ഞു. പെർഫെക്റ്റ്. യെസ്. ഇതിപ്പോൾ 120 ഹെഡ്സ് എല്ലാം പക്കയായിരിക്കും. ജെന്യുവൻ. ഓക്കെ, ജെന്യുവൻ. നമുക്ക് സൈഡൊക്കെ ഒന്ന് അൺറാപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടോട്ടലി അൺറാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡ് കണ്ടോ, എല്ലാം ന്യൂ കണ്ടീഷനായി, പുതിയ ഫോൺ മേടിച്ച പോലെ അല്ലേ? അതെ. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് എല്ലാം വർക്കിംഗ് ആയിരിക്കും അല്ലേ? നമുക്കൊന്നും വേറെ ഒന്നും ടെൻഷൻ ഇല്ലല്ലോ. നമുക്ക് സ്ക്രീൻ കാർഡും കൂടി ഇട്ട് തരാം. ഇതിൻ്റെ സ്ക്രീൻ കാർഡ് ഉണ്ടാവില്ല. സ്ക്രീൻ കാർഡ് കിട്ടും. സ്ക്രീൻ കാർഡ് സ്ക്രീൻ കാർഡും കൂടി ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇടാല്ലേ? ഇപ്പം ഇടണ്ട സ്ക്രീൻ കാർഡ്. പിന്നെ ഇട്ടാൽ മതി. സ്ക്രീൻ കാർഡ് ഇത് ഉണങ്ങിയിട്ട് സെറ്റ് ആയിട്ട് ഇട്ടാൽ മതി.